കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ പ്രദേശത്തെ രൂക്ഷമായ കുടിവെള്ള ക്ഷാമത്തിനെതിരെ ബിജെപിയുടെ പ്രതിഷേധം. കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കണമെന്നും സ്ഥിരമായ പരിഹാരം കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് ബിജെപി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുല്ലൂറ്റ് വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ പ്രദേശത്ത് തുടരുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബിജെപി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുല്ലൂറ്റ് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. നിലവിലെ വാട്ടർ ടാങ്കിന്റെ സംഭരണശേഷി 18 ലക്ഷം ലിറ്റർ മാത്രമാണെന്നും വൈന്തലയിൽ നിന്ന് എത്തുന്ന വെള്ളം ടാങ്ക് നിറയാൻ ഏകദേശം 14 മണിക്കൂറിലധികം സമയം വേണ്ടിവരുമെന്നും ബിജെപി നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഇതിനിടെ വൈദ്യുതി തടസ്സമുണ്ടായാൽ വിതരണം വീണ്ടും വൈകുന്ന സാഹചര്യമാണുള്ളതെന്നും അവർ പറഞ്ഞു. ജനസംഖ്യ ഗണ്യമായി വർദ്ധിച്ച സാഹചര്യത്തിൽ സമാന്തര ജലസംഭരണ ടാങ്ക് നിർമ്മിക്കേണ്ടത് അനിവാര്യമാണെങ്കിലും കഴിഞ്ഞ 10 വർഷക്കാലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MLAയ്ക്കോ മുനിസിപ്പാലിറ്റി ഭരിച്ച LDFനോ അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ലെന്നും പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. മുനിസിപ്പൽ ബജറ്റുകളിൽ 3 തവണ പദ്ധതിക്കായി തുക വകയിരുത്തിയെങ്കിലും ഒന്നും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ലെന്നും തകർച്ചാ ഭീഷണി നേരിടുന്ന കെട്ടിടത്തിലാണ് വാട്ടർ അതോറിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നതെന്നും ജീവനക്കാരുടെ സുരക്ഷ പോലും ഉറപ്പാക്കുന്നില്ലെന്നും BJP ആരോപിച്ചു. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്നത് നിലവിലെ മന്ത്രിയും കൊടുങ്ങല്ലൂർ MLAയുമായ OJ ജനീഷ് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് നൽകിയ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നുവെന്നും ആ വാഗ്ദാനം പാലിച്ച് ജനങ്ങളോട് നീതി പുലർത്തണമെന്നും BJP ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതൃത്വം മുന്നറിയിപ്പ് നൽകി. BJP ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുല്ലറ്റ് ഏരിയ പ്രസിഡന്റ് ON ജയദേവൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ്, ജനറൽ സെക്രട്ടറി TJ ജെമി, പ്രതിപക്ഷ നേതാവ് TS സജീവൻ, രശ്മി ബാബു, P പരമേശ്വരൻകുട്ടി, രേഖ സൽപ്രകാശ്, രഞ്ജിത രാജീവ് എന്നിവർ ഉൾപ്പെടെ ജനപ്രതിനിധികളും നാട്ടുകാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.